ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അങ്ങനത്തെ മുനിക്കാക്കും കുട്ടികളും പള്ളിയിൽ പോകുമായിരുന്നു. അവർ പോയി വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എല്ലാ വർഷവും ഫസ്റ്റ് പെരുന്നാളിനും വെള്ളച്ചോറും കുമ്പളങ്ങാക്കറിയും ബീഫ് വരട്ടിയത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കാണണം, കൂടണം എന്നൊരാഗ്രഹം. അങ്ങനെ എല്ലാവരും തട്ടിക്കൂട്ടി ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയപ്പോൾ എന്തെന്നല്ലാത്ത വിശേഷങ്ങൾ പറയാനായിരുന്നു എല്ലാവർക്കും. എന്നാൽ പിന്നെ ഏതായാലും എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ടൂറൊന്നും പോയിട്ടില്ലായിരുന്നു. അതായത് കുടുംബക്കാരെ വീട്ടിൽ കൂടെ ഒക്കെ ഒന്ന് വിരുന്ന് പോയി, അത്ര തന്നെ. പിന്നെ അതാ പിറ്റേ ദിവസം ഞങ്ങൾ സാലിഹാടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് സാലിഹിൻ്റെ ഒപ്പം കൂടെ വണ്ടിമ്മ പോരുമ്പോൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു പരിക്കിട്ടും. അങ്ങനെ അവളെ വീട്ടിൽ റെസ്റ്റിലാണ്. അപ്പോൾ അവളൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയത് അവളെ ഒപ്പയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ മറിയമ്മാൻ്റെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാവർക്കും കൂടെ മറിയമ്മാൻ്റെ വീട്ടിൽ കൂടാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ പോക്കരാക്കാൻ്റെ വീട്ടിലേക്കൊക്കെ അങ്ങോട്ട് പോകലാണ്. അപ്പോൾ ഇപ്രാവശ്യം അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു. ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചതും ഫ്രൂട്ട് സാലഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു 4 മണിയൊക്കെ ആയപ്പോൾ മുബിതാത്ത് നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കലത്തപ്പച്ചാലും പോലെ ഒരു 1.5 കലത്തപ്പായിരുന്നു കേട്ടോ. നല്ല കട്ടിക്ക് നല്ല ആരെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നുണ്ടായ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.